ഇ.വി. കൃഷ്ണപിള്ളയുടെ പിന്നെ എന്ന കഥ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ പിന്നെ കഥ കേട്ടിരിക്കുകയില്ല. ഞാൻ ആ കഥ പറയാം. ആരോഗ്യം, ബുദ്ധിശക്തി, ഉത്കർഷേച്ഛ ഇവയൊക്കെ തികഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു ലോക വിരക്തൻ്റെ അടുത്തു ചെന്നു. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആ പയ്യൻ്റെ ഭാവിയെപ്പറ്റി എന്തെല്ലാമാണ് വിചാരിക്കുന്നതെന്ന് സന്യാസി ചോദിച്ചു. ഞാൻ പരീക്ഷയിലെല്ലാം ഒന്നാമതായി ജയിക്കും എന്ന് ഔദ്യത്യത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു. സന്യാസി: വളരെ സന്തോഷം. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഞാൻ ഉദ്യോഗത്തിൽ കയറും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഉദ്യോഗം ഭരിക്കും. സന്യാസി: ഭരിച്ചു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഞാൻ അതിസുന്ദരിയായ ഒരു യുവതിയെ വിവാഹം ചെയ്യും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ സുഖമായി ജീവിക്കും. സന്യാസി: ജീവിച്ചു. പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ അങ്ങ് ജീവിക്കുമെന്ന്. സന്യാസി: അതെ, എത്ര കാലം വേണമെങ്കിലും ജീവിച്ചു കൊള്ളൂ. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ പ്രമോഷനൊക്കെ കിട്ടും, വലിയ ശമ്പളം കിട്ടും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും, അവരെ ഉത്കൃഷ്ട വിദ്യാഭ്യാസം ചെയ്യിക്കും, അവർക്ക് ഉദ്യോഗങ്ങൾ കിട്ടും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ ഞാനങ്ങ് സുഖിച്ചിരിക്കും. സന്യാസി: അങ്ങനെ സുഖിച്ചിരുന്നു. പിന്നെ? വിദ്യാർത്ഥി: ഞാൻ ഒട്ടധികം സമ്പാദിക്കും, ഒന്നാന്തരം കാർ വാങ്ങും, വലിയ ബംഗ്ലാവുകൾ വയ്ക്കും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കുമെന്ന്. സന്യാസി: ഇരുന്നു, സമ്മതിച്ചു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ പിന്നെ എന്തു പറയാനാണ്? സന്യാസി: പിന്നെ എന്തെന്നു പറഞ്ഞേച്ചാൽ മതി. ആ പ്രസന്ന മുഖത്തിൽ കാർമേഘത്തിൻ്റെ ചില അസ്പഷ്ട ലാഞ്ഛനകൾ പകർന്നു. ഇളകിക്കൊണ്ടിരുന്ന നേത്രങ്ങൾ അല്പസമയത്തേക്ക് നിശ്ചലങ്ങളായി. എന്നിട്ട് ആ ബാലൻ പറഞ്ഞു: അതെ, ഞാൻ പെൻഷൻ വാങ്ങും. സന്യാസി: കൊള്ളാം. എന്നിട്ട്? വിദ്യാർത്ഥി: എന്നിട്ട് എല്ലാവരുടെയും സുഖം കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: പിന്നെ സുഖമായി അങ്ങ് ഇരിക്കും. സന്യാസി: ഇരുന്നു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ? ആ കുമാരൻ്റെ ശബ്ദം ഇടറി. അഭേദ്യമായ അന്ധകാര മഹാസാഗരം മുമ്പിൽ തിരതല്ലുന്നതായി അവൻ കണ്ടു. ആ കൂരിരുട്ടിൽ എന്തൊക്കെയോ നീങ്ങുന്നതായും അവ്യക്ത സ്വരങ്ങൾ കേൾക്കുന്നതായും തോന്നി. അലൗകികമായ ശൈത്യം വഹിക്കുന്ന കാറ്റ് കടൽപ്പരപ്പിൽ നിന്നുയർന്നു തൻ്റെ ശരീരം ഇളക്കിയെടുക്കുന്നുവെന്ന് സംഭ്രാന്തനായി. അപ്പോഴാണ് അതുവരെ കണ്ട പേക്കിനാവുകളുടെ അപ്പുറത്തായി ഉറച്ചു നിൽക്കുന്ന പരമയാഥാർത്ഥ്യത്തെപ്പറ്റിയുള്ള ചിന്ത ആ പാവത്തിൽ ഉദിച്ചത്. മുഖം വാടി, ദേഹം തളർന്നു. സന്യാസി പറഞ്ഞു: അപ്പോൾ പിന്നെ ഏതോ ഒന്നുണ്ട്. ചിരിയും ചിന്തയും. ഇ.വി. കൃഷ്ണപിള്ളയുടെ ഈ ചെറിയ കഥയിൽ ചിരിയും ചിന്തയും എന്നാണ് അവസാനം പോയി കാണല്ലേ ഇതിൽ. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ചിന്തിക്കാൻ കൂടിയുണ്ട്. ഈ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. ഇപ്പോൾ ഉണ്ടാവുന്ന സുഖ സൗകര്യങ്ങളൊന്നും എന്താണ് എല്ലാം ഉപേക്ഷിച്ച് നാം ഒരിക്കൽ എന്ത് ചെയ്യേണ്ടി വരും എന്നാണ്. എല്ലാവരും ഏത് ജീവജാലങ്ങളായാലും ജനിച്ചു കഴിഞ്ഞ് ഒരിക്കൽ എന്താണ് മരിക്കേണ്ടി വരൂലേ. അപ്പോൾ അതുവരെയുള്ള കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല പ്രവർത്തികളൊക്കെ തന്നെ ചെയ്യണമെന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. എല്ലാവരും എന്താ ചെയ്യുക? അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുക അല്ലേ. ഇവിടെ ഈ കുട്ടി എന്താണ് സ്വപ്നം കാണുന്നത്? പിന്നെ സ്വന്തമായിട്ട് നല്ലൊരു ജോലി വാങ്ങണം, പിന്നെ നല്ല വിവാഹം കഴിക്കണം, വീടുകളൊക്കെ ഉണ്ടാക്കി നല്ല സുഖത്തോടെ ജീവിക്കണം അല്ലേ. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ കുറിച്ചൊന്നും ഈ കുട്ടിയുടെ ചിന്തയിൽ വരുന്നില്ല. അപ്പം എന്താണ് ഇതിൽ നിന്നും ഒരു സന്ദേശമായി തന്നെ? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെയ്താൽ നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അറിയപ്പെടുന്നവരായി തീരൂലേ. നമ്മളെല്ലാവരും നന്മ ചെയ്തല്ലോ എന്ന ഒരു രീതിയിൽ ഓർക്കുക തന്നെ ചെയ്യും.